سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا طريق تقال العثار العظام. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മഹദിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന താജുശ്ശേരിയ മെമ്മോറിയൽ ദഅവാദർസ്, മണവാട്ടി ബീവി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മണവാട്ടി ബീവി ശരിയത്ത് കോളേജ്, കൂടാതെ പൊയ്യത്തബെ, ധർമ്മനഗര, ദൈഗോളി, സുങ്കതകട്ട എന്നീ സ്ഥലങ്ങളിൽ 4 പള്ളികൾ, 6 മദ്രസകൾ ഈ മഹദിയുടെ ആത്മീയ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാടിന് ഇൽമിന്റെ വെളിച്ചം നൽകിയ 60 വർഷങ്ങൾക്ക് മുമ്പ് ശൈഖുന ഇനിയും കുറെ കാലം ഈ നമ്മുടെ ഉറൂസിന് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആ പ്രാർത്ഥനയോട് കൊണ്ട് ഞാൻ ഉറൂസ് കമ്മിറ്റിയുടെ ഭാഗത്തിൽ അവരെ ഞാൻ സ്വാഗതം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊയ്യത്തബെ ജമാഅത്തിന്റെ എല്ലാ മഹല്ലുകളുടെ പരിപാടികളിലും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന സയ്യിദ് സംശുദ്ധി തങ്ങൾ ഇവിടെയുണ്ട്. അവർക്കും ഇനി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നും കൂടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മളുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ ഉറൂസുകളിൽ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഉൽഹാജ് സയ്യിദ് അവരാണ് ഇന്ന് നമ്മൾക്ക് ഇവിടെ പതാകോളി അവിടുത്തെ കട്ടടത്തിന്റെ പണിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നാടിന്റെ അഭിമാനമായ GCC കമ്മിറ്റിയുടെ ചെയർമാനുമായ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മോമിനികൾക്കും ഞാൻ സ്വാഗതം പറയുന്നു. കൂടാതെ എല്ലാവർക്കും ഇവിടെ യുവാക്കൾ കുറെ ദിവസങ്ങളായി പ്രവർത്തനം നടത്തുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. എല്ലാവരും ഈ ഉറൂസിന്റെ അവരുകളെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഖതീബും ഈ നാട്ടിന്റെ നാടിമിടുക്കുമായ അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ് അവരുകളെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മുതൽ യോഗത്തിൽ നമ്മുടെ വേദിയെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ പ്രിൻസിപ്പാളും നമ്മുടെ നേതൃത്വവും ഇൽമിൻ്റെ നിറകുടവുമായ മഹാനായ തങ്ങൾക്ക് സുഖമില്ല, ഇപ്പോൾ കിടപ്പിലാണ്. നിങ്ങൾക്കറിയുമോ ആ കാര്യം? അറിയുമോ? ഇല്ലല്ലേ? കുറേ ആൾ ചെല്ലുന്നാരി തങ്ങവാടുണ്ടോ? തങ്ങ ഉസാറില്ല, തങ്ങ കിടന്നില്ല. ഇപ്പം ആള് നോക്കുന്നില്ല, പച്ചകളും ആരും വിശ്വസിച്ചില്ല. തങ്ങ ഇത്തരം ഉഷാറിനോടുണ്ട്. അള്ളാഹു ഇനിയും തങ്ങൾക്ക് എന്താവും ആഫിയത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അല്ലേ? അവ എനക്ക് വേണ്ടിയിട്ടല്ല, എന്നെ ഓർത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കെല്ലാം വലിയ ഫീസാണ്. അപ്പൊ അവരെല്ലാം ചെല്ലും, ഞങ്ങൾക്ക് വേറെ ആരും അറിയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാൻ നിങ്ങളെ മാത്രം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തഹജ്ജുദിനും കൂടി എന്നിട്ട് അവർ ദ്വാരക്കുന്നതായി. അപ്പൊ നിങ്ങളെല്ലാവരും ദ്വാരക്കുന്നല്ലേ? അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. അപ്പോൾ റാഹത്തിൽ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പൊ തങ്ങളെ ഏനാരും തങ്ങളെ വിഷയം എല്ലാം നീ തങ്ങളെ കണ്ടിനെ ഇല്ല, കാണാതെ ചെല്ലുന്നു വെറുതെ. തങ്ങൾ ഉറൂസ് പരിപാടി ഒന്നു ഓഞ്ചെല്ലുന്നതിൻ്റെ ഓതുക, ഓതിക്കൊള്ളുക. അതായത് ഈ ചുറ്റുഭാഗത്ത്
കുയ്യത്തബയിൽ ഉള്ള പോലത്തതായ ദർസ് എവിടെയും ഇല്ല. അത്ര വിദ്യാർത്ഥികളുണ്ട്. അങ്ങനത്തെ പഠിപ്പ് ആര് കൊടുത്ത? പ്രിൻസിപ്പാള് വലിയ പണ്ഡിതനായിട്ട് നോക്കില്ല. അവിടെ ഇരുന്ന് ആർക്കും അറിയുന്ന ആൾ വലിയ പണ്ഡിതാൻ ചെല്ലിട്ട് ആർക്കും അറിയാം. വലിയ ഒരു സൂഫി വര്യനാണ് അയാൾ. നിങ്ങളെ ഭാഗ്യം അയാൾ കൂടെ ക്ലാസ് എല്ലാം എടുത്തു തരുന്നത്. അത് മനസ്സിലാക്കിയവർ മനസ്സിലാക്കിനാൽ അള്ളാഹു ഇനിയും അയാൾക്ക് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ മുന്നാര് കൂടെ ഉണ്ടായത് പാലിക്കുഞ്ഞ് ഉസ്താദ് കുറേ കൊല്ലം ഉണ്ടായി. കുറേ ഉറൂസെല്ലാം അയാളുണ്ടെല്ലാം നടന്നു. അപ്പൊ ഇവിടെ ഓതുന്ന വിഷയത്തിൽ ഭാരി മുന്നുണ്ട്. നിങ്ങളുടെ നാട് കൊയ്യത്തബയിൽ ഓതുന്നു ചെല്ലെങ്കിൽ അത് വലിയ പഠിപ്പ്. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് ചേർന്നു. അപ്പോൾ ഇവിടെ ഓതുന്ന വിഷയം മുഖ്യമായിട്ടുണ്ടോ? അപ്പൊ ഒന്നായി പോരുഷയാക്കപ്പെട്ട ഉറൂസായി, ഓതുന്ന വിഷയമായി ദർസിന്റെ. ഇനി വരുന്നതിന്റെ വൈ ചെല്ലുന്നതിന്റെ കൂടെ എല്ലാം യാറെന്നാണ്, പ്രശ്നമില്ല. മുത്താലിമികൾ യാറ TH വരുന്ന അവിടെ എന്നിന്റെ തൗബ. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? തൗബ കൊയ്യത്ത് അവിടുത്തോളം എത്തി. തൗബ. പിന്നെ ഉള്ളത് ബി കൊയ്യത്ത മേൽക്കൊരു വർഗത്തന്നെ വേറെ. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ബി അല്ലേ? ഉറൂസെല്ലാം കഴിഞ്ഞിട്ട് DMK കേൾക്കുന്നതല്ല. എന്തായി DMK എണ്ണിറ്റായ എന്താ എണ്ണുന്നു കേൾക്കുന്നു? അല്ല, പൈസ. എന്ത് പൈസ? പിന്നെ വലയ്ക്ക് ഒരു അവിടെ വരും അല്ലേ? അതെന്ത്? അള്ളാഹു എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്നു. രാജാതിരാജനായ അള്ളാഹു എല്ലാ കാര്യങ്ങളും വരുന്നത് അതിനർത്ഥം എന്നെ ഇത്തരം സംഗതി നമ്മളെ നാട്ടിൽ കൊയ്യത്തവയിൽ ആയിട്ട് കിട്ടിയെങ്കിൽ നമ്മളെ ഹൃദയം എന്താവും? സന്തോഷം കൊണ്ട് ലംഘുന്നു. അതാണ് അവിടെ അപ്പൊ അള്ളാഹു നമ്മുടെ ഹൃദയത്തിനെ ലംഘിച്ചു തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. പരിശുദ്ധ ഈമാനിന്റെ ആ പരിമളം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരട്ടെ. അയാൾക്കൊരു ചെറിയ ഒരു സൂത്രം എന്താക്കണോ? ഭക്തി നിർഭരമായ ദുആ. കൂടാ എതിയായി തങ്ങന്മാർ പേരിലിട്ടിട്ട് എല്ലാ നാളിലും ആരും തങ്ങന്മാർ സൂഫി വര്യന്മാർ എല്ലാം അതിന് തുടക്കത്തിനൊരു ദുആ അല്ലേ? ആ ചന്തത്തിൽ നീട്ടിട്ട് അവർ ദുആക്ക് പോയി അതിലേക്കെല്ലാം അല്ലാഹു ഉത്തരം തരട്ടെ. എല്ലാവരെയും ഐക്യത്തിൽ നിർത്തുന്ന വഅദ് അത്യാവശ്യമാണ്. അത് വലിയ ഗുണത്തിന് കിട്ടുന്നതായ ഒരു സംഗതിയാണ്. നാട്ടുകാർക്കും പരനാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഇൽമു കിട്ടും അങ്ങനത്തെ വാദം. പിന്നെ ഉള്ളതെന്നെ ലാസ്റ്റ് ദിവസത്തെ അന്നദാനം. വലാ തുസ്രിഫു, നിങ്ങൾ എന്താക്കണ്ട, ഇസ്രാഫാക്കിയിട്ടുണ്ടാകും. അള്ളാഹുവോട് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ചെല്ലുന്നു. കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നുക കുടിക്കുക, പക്ഷേ നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുത്. അപ്പൊ നമ്മൾ അന്നദാനം ആക്കുമ്പോ ഇപ്പൊ ഗ്രൂപ്പൊന്നും ഇല്ല. ഏകദേശം എല്ലാ ജാഗയിലും ഗ്രൂപ്പ് എന്തായി മൂടി, ഗ്രൂപ്പിന്റെ സംഗതി ഇല്ല പാടും. അപ്പൊ ഞമ്മൾക്ക് വെറുതെ ഏറ്റിട്ടിട്ട് ഇതാക്കുന്നതൊന്നും വേണ്ട. കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നു കുടിച്ചോ അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ വേണ്ട. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. എന്നിട്ട് നിങ്ങൾ എല്ലാവരും വിളിച്ചിനാല് അത് വാരി നല്ല നിങ്ങൾ നോട്ടീസിൽ കാണുമ്പോൾ എല്ലാ ആൾക്കാരെയും നിങ്ങൾ വിളിച്ചിട്ട് ഉറൂസാക്കുന്നത്. അങ്ങനെ നല്ല ചന്തത്തിലാണ് ഉറൂസാക്കണം. ഈ ഉറൂസും ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ആദർശപരമായ ഒരു ഉറൂസായിട്ട് മാറണം. ഞങ്ങളെ കൊയ്യത്ത പേരിലെ പോലെ തന്നെ ഉറൂസാക്കണം. അവിടെ എന്ത് ഐക്യമുണ്ട്, അവരിൽ നല്ല യോജിപ്പുണ്ട്, നല്ല വിരിസപ്പാടുണ്ട്. അങ്ങനെ വേണം. നമ്മൾ ഉറൂസിനെ വളണ്ടറി ആയിട്ട് ഉടനെ കൺട്രോൾ ആയിക്കൊണ്ട് ഇന്ത്യ എന്ന നാട്ടിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? സൗഹാർദ്ദം വേണം. സൗഹാർദ്ദം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക്
നല്ല സന്തോഷകരമായി ഇവിടെ ജീവിക്കാൻ പറ്റൂ. സന്തോഷം ഇല്ലെങ്കിൽ, മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്ത്? ആരെങ്കിലും ഒരുവൻ ഒരു സഹോദരനെ വധിച്ചാൽ ആ കൊന്ന മനുഷ്യൻ മുഴുവൻ മനുഷ്യ സമൂഹത്തെ കൊന്ന പോലെയാണ്. എങ്ങനെ മനസ്സിലാക്കുമോ ഞാൻ പറയുന്നത്? ഒരു സഹോദരനെ ഒരുവൻ കൊന്നുകഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യ സമൂഹത്തെ കൊന്നവനെ പോലെയാണ് ആ കൊന്ന മനുഷ്യൻ. അതിൻ്റെ അപ്പുറത്ത് പറയുന്നത്, ഇനി ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്തിയാൽ അവൻ മുഴുവൻ മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തിയവനെ പോലെയാണ്. മനസ്സിലായില്ല? അപ്പം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമവും അതിൽ എങ്ങനെ പറയുന്നത്? If anyone kills his fellow man, he will be termed as the killer of whole mankind. If a person survives his fellow man, he will be termed as the savior of whole mankind. മനസ്സിലായില്ലേ? ഈ അർത്ഥം വരുന്ന ഈ വാക്ക് എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരു കണ്ണാടിയിൽ എഴുതി വെക്കണം. എന്തിനു വേണ്ടി? മുസ്ലിമീങ്ങൾ എല്ലാ സമയത്തും കൊല്ലുന്നവരല്ല, ശാന്തിയും സമാധാനത്തിലായി കിട്ടട്ടെ എന്ന് സർവശക്തനോട് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ സുദീർഘമായി ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും വിശക്കുന്നു. നമ്മുടെ ഉമ്മയും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും. അള്ളാഹു നമ്മുടെ മാനസികമായ ശാരീരികമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഇവിടെയുള്ള മയ്യിദ് ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാലവി തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തിനെ കൊടുക്കട്ടെ. ജബ്ബാർ ഉസ്താദിന് അള്ളാഹു ആഫിയത്തിനെ ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും ഈമാനോടുകൂടെ സലാമത്താക്കി തരട്ടെ. അപ്പോൾ ഈ പരിപാടി 16 ദിവസങ്ങളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഉസ്താദിൻ്റെ പിന്നിലും പ്രസിഡന്റിൻ്റെ പിന്നിലും എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച് നല്ല യോജിച്ചിട്ട് മുമ്പോട്ട് പോകണം എന്നൊരിക്കൽ കൂടി നിങ്ങൾ ഉണർത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. മഹാനവറുകൾ നമുക്ക് സിയാറത്ത് ചെയ്ത് നല്ല ദുആ നടത്തി തന്നു, പതാക ഉയർത്തി തന്നു, നമുക്ക് വേണ്ട സാരവത്തായ ഉപദേശങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപദേശം നടപ്പിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദവറുകൾക്ക് റഹ്മത്തുർ റഹീമീനായ അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, നീ ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ. പരിപൂർണമായ സിഹത്തിലും ആഫിയത്തിലുമായി സയ്യിദവറുകൾക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ അവർക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാരവാഹികൾക്കും പ്രവർത്തകന്മാർക്കും നാട്ടിലും വിദേശത്തുമുള്ള എല്ലാ സഹോദരന്മാർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഈ ഉറൂസ് ആദ്യം മുതൽ അവസാനം വരെ വളരെ ഭംഗിയിൽ നീ നടത്തിത്തരണം റഹ്മാനെ. എല്ലാ കാര്യങ്ങളും നീ പരിപൂർണ്ണ വിജയത്തിലാക്കി തരണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أجمعين.
ആദരൻ ബഹുമാനം നിറഞ്ഞ മഞ്ചേശ്വരം സംയുക്ത ജമാഅത്തിൻ്റെ തങ്ങളുള്ളവർക്കാൻ, അതുപോലെ തന്നെ ഇവിടുത്തെ മുദരിസ് ഉസ്താദ്, കമ്മിറ്റിയുടെ അധ്യക്ഷൻ DMK മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഖതീബ് ഉസ്താദ്, മറ്റുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജമാഅത്തുകാർ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ഉറൂസ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മവും അതുപോലെ തന്നെ ദുആക്ക് നേതൃത്വം നൽകി പതാക ഉയർത്തലോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ഉസ്താദും തങ്ങളും പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നല്ല നിലയ്ക്ക് ഈ പരിപാടി നമുക്ക് വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ, ആഖിറത്തിലും അതിൻ്റെ ജന്നാത്തിൽ പോലുള്ള സുവർഗത്തിൽ ഒരുമിച്ച് കൂടി താമസിക്കാനുള്ള നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ചേശ്വരം സംയുക്ത ജമാഅത്തിൻ്റെ വഴിയായി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ നേതൃത്വമായ ആത്മീയ നേതൃത്വമായ അസൈദത്ത് മണമാട്ടി ബീബി റളിയല്ലാഹു അൻഹ അവരുടെ പേരിൽ നടക്കുന്ന 2 വർഷത്തിലേക്ക് നടക്കുന്ന ഉറൂസ് പരിപാടിയുടെ തുടക്കം കുറിക്കൽ പരിപാടി പതാക ഉയർത്തി നമുക്ക് എല്ലാ ഉറൂസിനും വന്ന് ഇവിടെ തുടക്കം കുറിച്ച് തരുന്ന നമ്മളെല്ലാമായ മഞ്ചേശ്വരം സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റും നമ്മളെല്ലാമായ സയ്യിദ്ന അതാവുള്ള MA അവർകളെ, താജുശ്ശേരിയ മെമ്മോറിയൽ ദർസിൻ്റെ പ്രിൻസിപ്പാൾ നമ്മൾ മുദരിസ് ഉസ്താദുമായ സൈഖുന അബ്ദുൽ മജീദ് ഫൈസി ഉസ്താദ് അവർകളെ, അതേപോലെ മണമാട്ടി ബീബി ശരീഅത്ത് കോളേജ് ഇതിൻ്റെ പ്രിൻസിപ്പാളും നമ്മളെല്ലാമായ സയ്യിദ്ന ശംസുദ്ദീൻ തങ്ങൾ ബാലവി ഉസ്താദ് ആയ നമ്മളെ ഇമാം ഉസ്താദുമായ അസറഫ് സക്കാഫ് ഇമാമി അവർകളെ, അതേപോലെ അലിക്കുഞ്ഞ് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സുബ്ഹാനഹു അവരെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ നാട്ടുകാരായ ജമാഅത്തായ വോളണ്ടിയർമാരായ കമ്മിറ്റിക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മക്കളെ പെറ്റ പോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ഉറൂസ് നല്ല വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിന്നുള്ള അധ്യക്ഷ ഭാഷണം നിർത്തുന്നു. പ്രിയപ്പെട്ട എല്ലാ ഉസ്താദന്മാരെ, നാടിൻ്റെ നേതാക്കന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മോമിനികൾ, വളരെ വൈകിയ സമയമാണ്. അതായത് കൊണ്ട് പ്രത്യേകമൊന്നായി സംസാരിക്കാനൊന്നുമില്ല. അതായത് കൊണ്ട് നമ്മുടെ ഈ പരിപാടി നമ്മുടെ പയ്യത്തവേ നാട്ടിൽ ഈ ഉമ്മാൻ്റെ പകരത്തിൽ നടത്തുന്ന ഈ ഉറൂസ് 2 കൊല്ലത്തിലൊരിക്കൽ നടത്തുന്ന ഈ ഉറൂസ് ഇതിൻ്റെ ഔപചാരികമായതായിരിക്കുന്ന ഉദ്ഘാടനം, അതായത് പതാക ഉയർത്തൽ, മറ്റ് മഹാംസിയൊക്കെ നടന്നു. ഇതിന് നേതൃത്വം നൽകിയ സയ്യിദ് അതാവുക തങ്ങളുടെ ഉദ്യാപനം, അതുപോലെ മജീദ് ഉസ്താദ്, അതുപോലെ ശംസുദ്ദീൻ തങ്ങളടക്കമുള്ള എല്ലാ ഉസ്താദന്മാർക്കും നാട്ടുപ്രമാണികളായ ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് DMK മുഹമ്മദ് സാഹിബ്, അതുപോലെ സെക്രട്ടറി ജമാൽ സാർ അടക്കമുള്ള എല്ലാ ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട ഉസ്താദന്മാർക്കും ഇവിടെ ചേർന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒറ്റ വാക്ക് നന്ദി പ്രകാശനം നൽകിക്കൊണ്ട് വാക്കുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت
مساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت زاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسما في أرفع الدرج باذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.